തുടച്ചത് മതി. താമസ പീതാംബരനെ വെക്കൊണ്ടാണെങ്കിൽ പോകും. പീതാംബരം പറഞ്ഞാൽ നിനക്ക് കോൺട്രാക്ട് കിട്ടും. ദാമോദരൻ മാഷം പീതാംബരമായിട്ട് ഒന്നും പീതാംബരനല്ലേ ദാമോദരൻ മാഷ IRDP പശുവിനെ വാങ്ങിക്കാൻ ലോൺ വാങ്ങി കൊടുത്തത്. ആ പശു ലോൺ കൊണ്ടാണ് മാഷ സ്കൂട്ടർ വാങ്ങിച്ച് എത്തി നടക്കുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് വരും? സ്ക്വയർ ഫീറ്റ് മാങ്ങാത്തൊലി. ഒരു കൊട്ടത്താമര ഒന്നും തല്ലി കൂടി കൊടുക്കണം. 3 മുറി, അടുക്കള, കുളിമുറി, കക്കൂസ്. ഏതായാലും കഴിഞ്ഞ പണി പോലെ നഷ്ടം വരുത്തില്ല. അച്ഛനെ ഇങ്ങോട്ടാ രാവിലെ തൂമ്പായം തൂക്കി. വലിയടത്ത് പറമ്പിൽ കുറച്ച് പണിയുണ്ട്. അവിടെ പണിക്ക് വേറെ ആരെയും കിട്ടത്തില്ലേ? അച്ഛൻ തന്നെ വേണമെന്നുണ്ട് എത്ര നിർബന്ധം? വേറെ ആളെ കിട്ടാഞ്ഞിട്ടല്ലടാ. ഓ, അതിന് രൂപ കൊടുക്കണല്ലോ. തൂമ്പായ എടുത്ത് പണി ചെയ്ത് ശീലിച്ചവർക്ക് വെറുതെ വീട്ടിൽ ഇരിക്കാൻ ഒക്കത്തില്ല. ഒരുപാട് കൊടുത്തു ക്ഷയിച്ച തറവാടല്ലേ. അവരുടെ ഇല്ലായ്മയിൽ എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ദേവൻ പറയുന്നതും കാര്യമുണ്ട് കുമാരൻ ചേട്ടാ. എന്താ? അല്ല, ദേവന് പഞ്ചായത്ത് നല്ലൊരു ജോലി ഉള്ളപ്പോ അച്ഛനിങ്ങനെ തൂമ്പാപ്പണിക്കുന്നു ചൂണ്ടപ്പണിക്കുന്നു ഒക്കെ പറഞ്ഞ് നടന്നാല് അതിന് നാണക്കേട് ദേവനല്ലേ. ആഹാ, അച്ഛനും മോനും സംസാരിക്കുന്നിടത്ത് അച്ഛനാടെ മോൻ എന്താ കാര്യം? അവരുടെ മക്കൾ അനുഭവിക്കേണ്ട പറമ്പില്ല ഇവന് ഈ വീട് വെച്ചിരിക്കുന്നത്. മൂട് മറക്കാൻ കുമാരൻ പഠിച്ചിട്ടില്ല. ആരുടെ ഔദാര്യം കിട്ടിയൊന്നല്ലോ, വീടവകാശം കിട്ടിയല്ലേ. എടാ, വല്ലവന്റെയും പറമ്പിൽ കയറി കൂര കുത്തിയിട്ട് അവകാശം പറയുന്നത് അല്ല ആണത്തം. ഈ മണ്ണ് സ്വന്തമാണെന്ന് അഭിമാനിക്കാൻ കുമാരന് മനസ്സ് വരത്തില്ല. നിന്റെ കാശ് വല്ല ഇരിപ്പുണ്ടോ? എന്റെ കയ്യിൽ എവിടുന്ന കാശ്? ഇന്നലെ അല്ലേ അമ്മയുടെ 10 രൂപ മേടിച്ചോണ്ട് പോയത്? അതുകൊണ്ടല്ലേ ഇന്ന് നിന്നോട് ചോദിക്കുന്നത്. നിന്റെ കയ്യില് ഓ ഇറങ്ങിയോ? അപ്പുറത്ത് മുഖം കാണിക്കാൻ രണ്ടുപേരും വന്ന് ഇരിപ്പുണ്ട്. ഏതാണ്ട് ആന കാര്യത്തിന് ചായ കൊടുത്ത് സൽക്കരിച്ചു. എടാ, അമ്മാവന് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് നീ അവിടം വരെ ഒന്ന് പോയോ? ഇന്ന് പോവാം. അമ്മയുടെ കയ്യിൽ കാശ് വല്ലതും? എന്താ? അല്ല, കാശ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടത്തെ ചെലവിന്. ആ, വീട്ടുകാരെ അന്വേഷിക്കുന്ന ഒരാള്. ആ, നിങ്ങളായിരുന്നോ? വരൂ. അവന്മാര് വേലി കെട്ടിയിട്ടില്ലല്ലോ? ഇന്ന് മിക്കവാറും കെട്ടും. അതിനുമ്പ് പീതാംബരം വന്ന് ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തരണം. ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ. വരൂ. എന്റെ റേഷൻ കാർഡ്. ഓ, പറഞ്ഞതുപോലെ റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കേണ്ട ഇന്നാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാം. അവരിന്ന് വേലി കിട്ടൂന്നേ. വേലി കെട്ടിയാൽ നമുക്ക് പൊളിക്കാന്നേ. ബെർലിൻ മതിൽ പൊളിച്ചില്ല, അതിനേക്കാളും വലുതാണ് ഒരു വേലി. അപ്പൊ നമുക്ക് സപ്ലൈ ഓഫീസിലേക്ക് നീങ്ങാം. വരും. അയ്യോ, ചതിച്ചോ സുഗുണൻ. അവൻ ആള് ചൂടനാ. നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യ്, ശാന്തപ്പന്റെ മുറുക്കാങ്കട എടുത്ത് നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എപ്പോ? കറക്റ്റ് സമയത്ത് ഞാൻ വരാം. ശരി. അത് പിന്നെ നമ്മുടെ തെങ്ങ് പാട്ടം കൊടുത്തതിന്റെ കാശ് കിട്ടിയോ? കിട്ടിയെങ്കില്? അല്ല, ഇവിടെ പല കാര്യങ്ങളുണ്ടല്ലോ. കുമാരൻ ചേട്ടൻ ചൂണ്ടൊക്കെ പോയില്ലേ? ഈ തെങ്ങിനെല്ലാം തടവെടുത്ത് കുറച്ച് വളമിടണം. ഇതിന്റെ മണ്ടയ്ക്കൊന്നും വല്ലതും കിട്ടിയാലല്ലേ ഇവിടെ അരി മേടിക്കാൻ പറ്റൂ. അതെങ്ങനാ? നോക്കിയും കെട്ടും ചെയ്യേണ്ട ആളുകൾ. എത്ര നേരം കൊണ്ട് ഞാൻ കിടന്ന് കൂവുന്നു. ഞാൻ ഈ വണ്ടി കൊടുത്തിട്ട് ദേവൻ ഓഫീസിൽ പോകാൻ. നീ എന്താ ഇവിടെ കിടന്ന് കൂവിയത്? വീട്ടിലോട്ട് വന്നാ പോലെ. എന്നിട്ട് വേണം നിന്റെ അമ്മയുടെ തെറിയാക്കാൻ. ഇറങ്ങും. ഞാൻ ആ വീടിന്റെ പ്ലാനും പേപ്പേഴ്സ് എടുത്തോണ്ടിരാം. സ്വീകരിക്ക്. ഞാനില്ല, നിന്റെ അച്ഛൻ എന്നെ വധിക്കും. ആ, പീതാംബരനോ? കേറി വാടോ. വേണ്ട, ഞാനിവിടെ നിന്നോളാവേ. ആ, വരൂന്നേ. വായനശാലയുടെ കമ്മിറ്റിയെ കൂടി അറിഞ്ഞു. വാർഷിക എന്തൊക്കെയാ? അധ്യക്ഷൻ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഇത്തവണ വാർഷികമില്ല. അയ്യോ, അതെന്ത് പറ്റി? പിരിവിന് ചെന്നാ ജനങ്ങൾ അടിക്കും. വലിയ പരിപാടിയൊന്നും വേണ്ട. എന്റെ ഒരു ഊക്കൻ അധ്യക്ഷ പ്രസംഗം, ഒരാമുഖം, ഒരു ഉപസംഹാരം. ജനങ്ങൾ പറയുന്നത് അവരെ സംഹരിച്ചത് മതിയെന്നാ. വന്നേ വന്നേ. പിന്നെ നിനക്ക് ഈ കെട്ടിടം പണി കിട്ടിയ കള്ളത്തരം കാണിച്ചിട്ടെങ്കിലും കുറച്ച് ഇഷ്ടിയും സിമെന്റും മിച്ചം വെച്ച് ഈ മുറ്റത്തൊരു സ്റ്റേജ് കെട്ടണം. എന്തിന്? നിന്റെ അച്ഛന് പ്രസംഗിക്കാൻ. ശ്രമിക്കാം. ഇത് അമ്മയ്ക്കുള്ള എഴുത്താണല്ലോ. അച്യുതൻ നായർ സുഗുണൻ നായർക്ക് വേണ്ടി താങ്കളുടെ വസ്തുവിന്മേൽ അനുവദിച്ച വായ്പ തിരിച്ചടക്കുന്നതിലേക്ക് സമർപ്പിച്ചിരുന്ന കേസിൽ ബാങ്കിന് അനുകൂലമായ വിധി കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. 15 ദിവസത്തിനകം വായ്പ അടച്ചു തീർത്തില്ലെങ്കിൽ താങ്കളുടെ വസ്തുവിന്മേൽ ജപ്തി നടപടികൾ സ്വീകരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. അനുഭവം ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ നിന്റെ അച്ഛൻ നാട്ടുകാരെ സഹായിക്കാൻ എഴുതി വിറ്റു. ബാക്കി കുടിയെടുപ്പുകാർക്ക് വിധിച്ചു കൊടുത്തു. ഇനിയിപ്പോ സ്വന്തം എന്ന് പറയാൻ ആകെ ഉള്ളത് ഈ വീടും പറമ്പുവാ. നീയായിട്ട് അതും കൂടെ കളയോ മോനെ? ഇത് ജപ്തി ചെയ്തുകൊണ്ട് പോയാ അമ്മയും പ്രായമായ 2 പെൺപിള്ളേരും എങ്ങോട്ട് പോണമെന്നും കൂടെ മോൻ പറയണം.
പീതാംബരനോ? ബാങ്കിലേക്കത്തല്ലേ ഇരിക്കും കിട്ടി. 15 ദിവസത്തിനകം രൂപ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യും. കോടതിയിൽ നിന്ന് വിധി പകർപ്പ് ബാങ്കിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അവർ കാത്തിരിക്കില്ല. എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് ജപ്തി നടപടി ആയി വരുമ്പം എങ്ങനെയും 3-4 മാസം എടുക്കും. അതിനും പഠിച്ചാ പോരെ. എങ്ങനെ അടയ്ക്കും? ഈ വീടിന്റെ പണി പഠിക്കാം. ഈ പണി നഷ്ടത്തിലായാലോ? അങ്ങനെ വരത്തില്ല. ആദ്യത്തെ 1-2 പണിക്ക് പരിചയക്കുറവുകൊണ്ട് നഷ്ടം പറ്റിയെന്ന് വെച്ച് ഇത് ഒരിക്കലും അങ്ങനെ വരത്തില്ല. കിട്ടുന്ന കാശ് അങ്ങനെ തന്നെ ബാങ്കിൽ അടയ്ക്കാം. 6 മാസത്തിനുള്ളിൽ എടുത്തു തരാമെന്ന് അമ്മയോട് പറഞ്ഞ ആധാരം നിനക്ക് പണയം വെക്കാൻ തന്നത്. വർഷം 4 കഴിഞ്ഞു. കേസായി, വിധിയായി. ഇതിനിടയിൽ ഒരു ഇൻസ്റ്റാൾമെന്റെങ്കിലും നീ അടച്ചിട്ടുണ്ടോ സുഗുണ? പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞ് എന്തിനാ വായിൽ വെള്ളം പറ്റിക്കുന്നത് പീതാംബര? പൈസ അടയ്ക്കാത്തതിന്റെ കാര്യം നിനക്കൂടി അറിയാവുന്നതല്ലേ? നിന്നോടും നിന്റെ അമ്മയോടും ബാങ്കിനോടും ഒക്കെ എപ്പോഴും ഇങ്ങനെ അവധി പറയുന്നത് എനിക്ക് അത്ര സുഖമുള്ള കാര്യം വിചാരിച്ചോ? നീ മനഃപൂർവ്വം പൈസ അടക്കാത്തതാണ് നല്ല സുഗുണ ഞാൻ പറഞ്ഞത്. വീട്ടിലൊരു സ്വൈര്യമില്ല. അമ്മയോട് പറഞ്ഞു മടുത്തു. നിനക്കറിയാലോ, ആകെയുള്ളത് 50 സെന്റ് സ്ഥലവും വീടുമാണ്. അതിന് തന്നെ ഞങ്ങൾ 4 അവകാശികളാണ്. അതുകൂടി ജപ്തി ചെയ്തുകൊണ്ട് പോയാൽ അങ്ങനെ സംഭവിക്കില്ല പീതാംബര. നിന്റെ വീടും പറമ്പും ജപ്തി കൊണ്ടുപോയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കണോ? നിന്റെ ജോലി നടക്കട്ടെ. എന്താടാ വിളിക്കുന്നു? ആര്? വന്നു നോക്ക. വന്നേ. അമ്മയാളെ പറഞ്ഞയച്ചിട്ടും ഞാൻ മനഃപൂർവ്വം വരാഞ്ഞതാ. ഞാൻ ബാങ്കിൽ പോയി. ഒരു 2 മാസത്തേക്ക് അവർ ആക്ഷൻ ഒന്നും എടുക്കില്ല. ഞാൻ കുറച്ച് പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുക. ദേവൻ കുറച്ച് രൂപ PF നിന്ന് എടുത്തരും. പിന്നെ ലോണിന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. 2 ജാമ്യക്കാർ വേണം. ഒന്ന് ദേവൻ നിൽക്കും, പിന്നെ ഒരാളെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അയാൾ ചാടി പോകാതിരുന്നാ മതി. ഏത് സമയത്താണോ നിന്റെ കയ്യിൽ നിന്ന് ആധാരം എടുത്ത് വെക്കാൻ തോന്നിയത്? നീ ഒരു കാര്യം ചെയ്യണം. 2 മാസത്തിനുള്ളിൽ പൈസ അടയ്ക്കാമെന്ന് മാനേജർക്കൊന്ന് എഴുതണം. അല്ല, ഒരു ഉറപ്പായിക്കോട്ടെ. പോസ്റ്റലായിട്ട് അയച്ചാൽ മതി. ഇന്ന് തന്നെ അയക്കണം. ഇലക്ഷൻ ഞാൻ 1-2 ദിവസം ഇറങ്ങാം. പല കാര്യമായിട്ട് ഓടി നടക്കുന്നോണ്ടാ. നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും സാരമില്ല. എത്രയും പെട്ടെന്ന് ഇതിന് പോമഴ ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പോട്ടെ. ജാതക ഉത്തമം. ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായ സ്ഥിതിക്ക് മറ്റു കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറയുക. എന്താ? തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. സ്ത്രീധനമായിട്ട് ഒന്നും തരാനില്ല. ഈ വസ്തുവിന്റെ ഒരു ഓഹരി അവൾ കൂടി അവകാശപ്പെട്ടതാ. ഇപ്പോഴത്തെ സ്ഥിതിക്ക് അത് തരാനേ നിവൃത്തിയുള്ളൂ. സ്ത്രീധനമൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. എന്നാലും ഞങ്ങളത് പറയണമല്ലോ. വാസുദേവന് ചെറുതാണെങ്കിലും ഉള്ളതൊരു സർക്കാർ ജോലിയാ. സ്ത്രീധനം വാങ്ങിച്ചുന്ന പേരുദോഷം വേണ്ട. വസ്തുവിന്റെ ഓഹരി പെൺകുട്ടിക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് അത് വേണ്ടെന്ന് പറയുന്നില്ല. എത്ര സെന്റാ കൊടുക്കുക എന്ന് വെച്ചാ കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ പേരിൽ അങ്ങ് എഴുതി വെക്കുക. എന്താ? അങ്ങനെ ചെയ്യാം. എത്ര ഇടത്തുനിന്ന് പെണ്ണ് നോക്കിയതാ. അതൊന്നും ഉറക്കാതെ പോയത് വലിയിടത്തുനിന്ന് ഒരു ബന്ധം വിധിച്ചിരുന്നതുകൊണ്ടാ. വിധിച്ചതിലേ നടക്കൂ. ഇനി ഇപ്പൊ അവന് താഴെയുള്ള പെണ്ണിന്റെ കാര്യവും നടക്കും. ആ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? സുമയ്ക്ക് ഈ മേടത്തിൽ 25 വയസ്സ് തികഞ്ഞു. ഇനി ഇരിക്കുന്നില്ല. നിശ്ചയത്തിന്റെ സമയം കുറിച്ച് അറിയിക്കുക. എന്താ? ആയിക്കോട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എടാ കല്യാണത്തിന് മുമ്പേ സുഗുണൻ ആധാരം എടുത്ത് തരുമോ? തരും. പൈസ ഓടി നടക്കുകയാണവൻ. മിക്കവാറും ശരിയായി കാണും. പിന്നെ അവധി പറഞ്ഞാലോ? അല്ല, എടുത്തു തരും. സുഗുണ സുഗുണൻ ഇവിടെ ഇല്ലല്ലോ പീതാംബര. എവിടെ പോയി? ബോംബെക്ക്. അവന്റെ കുഞ്ഞമ്മയുടെ ഒരു കത്തുണ്ടായിരുന്നു. നാട്ടിൽ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കണ്ട, അവിടെ ചെന്നാൽ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്നായതുകൊണ്ട് നിന്നെ കണ്ട് യാത്ര ചോദിക്കാൻ പറ്റിയില്ല. ഒരു എഴുത്ത് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിനക്ക് തരാൻ. ഞാൻ പോവുകയാണ്. മുഖത്ത് നോക്കി യാത്ര പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ആരുടെ ജാതകദോഷം കൊണ്ടാണെന്ന് അറിയില്ല. ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല. സഹായിക്കാമെന്ന് ഇരുന്നവരൊക്കെ സമയമായപ്പോൾ പിന്മാറി. എന്റെ ഷെയർ വിറ്റ് ബാങ്കിലെ കടം വീട്ടാമെന്ന് കരുതി. അച്ഛനോട് ഓഹരി ചോദിച്ചു ഒരു റെസിഡന്റ് വന്നു. കാലശേഷം അനുഭവിച്ചാൽ മതി എന്ന വാശിയിലാണ് അച്ഛൻ. ഈ നിലയിൽ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പോവുകയാണ്. ബോംബെ പോലൊരു മഹാനഗരത്തിലാകുമ്പോൾ ഏത് വേഷവും കെട്ടാമല്ലോ. അധോ ലോകത്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും നിന്റെ കടം വീട്ടും. സുഖം. ആളെ വിട്ട് വിളിപ്പിച്ചത് ഇനി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എക്സിക്യൂഷൻ പെറ്റീഷൻ കോടതി അനുവദിച്ച സ്ഥിതിക്ക് ജപ്തി നടപടികളിലേക്ക് നീങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരവധി കൂടി സാർ തരണം. 4 വർഷത്തെ അവധി കിട്ടിയിട്ടും ഒരു പൈസ പോലും അടയ്ക്കാത്ത നിങ്ങൾക്ക് ഇനി എന്തിനാണ് അവധി?
ഇതങ്ങനെയല്ല സർ. വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകുന്ന സമയം. ഈ അവസരത്തിലൊരു ജപ്തി ഉണ്ടായാൽ പലരുടെയും മരണം കാണേണ്ടി വരും. കല്യാണം കഴിയുന്നവരെ ബാങ്കിന് കാത്തിരിക്കാൻ പറ്റില്ല. ഇവിടുന്ന് ആധാർ എടുത്താലേ കല്യാണം നടക്കൂ. പെങ്ങളുടെ ഷെയർ അവളുടെ പേർക്ക് എഴുതണം. ഒരു 15 ദിവസത്തെ അവധി കൂടി തരാം. അതിനുള്ളിൽ പകുതി തുകയെങ്കിലും അടച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ മറ്റു വഴിയൊന്നുമില്ല. എങ്ങോട്ടാ കാലത്തെ കെട്ടിയൊരുങ്ങി? എന്റെ ഫ്രണ്ട്സ് ഒരു ഫാക്ടറി തുടങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ജോലിക്കാരും മിക്കവാറും ശരിയാവാൻ സാധ്യതയുണ്ട്. ഞാൻ അവരെ കാണാൻ പോവാ ടൗണിലേക്ക്. എന്റെ മോന് നല്ല ബുദ്ധി വന്നു തോന്നുന്നു. ആ കുമാരൻ 2 തവണയായി നിന്നെ കാണണമെന്ന് പറഞ്ഞ ആള് പറഞ്ഞു. തീരെ വയ്യാൻ തോന്നുന്നു. നീ പോകുമ്പോ അതിലേ ഒന്ന് കയറി വെച്ചു പോ. കല്യാണ കാര്യങ്ങൾ ചോദിക്കാനാവും. തിരിച്ചു വരുമ്പോ അവിടെ പോവാം. സുഗുണൻ ഇവിടെ? ആരെ കാണാനാ? ഇവിടെ നിന്നിരുന്നല്ലോ കോൺട്രാക്ടർ സുഗുണൻ. സുഗുണൻ സാറ് കോൺട്രാക്ടർ അല്ല, സാറിന്റെ സ്വന്തം വീടായത്. സുഗുണൻ എന്നാ ബോംബെന്ന് വന്നത്? അതറിയില്ല. സാർ 2-3 മാസമായിട്ട് ഇവിടെ പണി നോക്കാൻ വേണ്ടി വരുന്നുണ്ട്. പീതാംബരനോ? നീ ഇവിടെ? ഞാൻ ഇതുവഴി പോയപ്പോ കണ്ടതാ. നീ എന്നാ ബോംബെന്ന് വന്നത്? മിനിങ്ങാന്ന്. വർക്ക് പൂർത്തിയാകുന്ന കെട്ടിടമായത്. ഇതിന്റെ ഉടമസ്ഥനെ ഞാൻ ബോംബെ ദാദർ വെച്ച് പരിചയപ്പെട്ടു. എനിക്ക് കോൺട്രാക്ട് പണി ഉണ്ടായിരുന്നു പറഞ്ഞപ്പോ ഈ വീടിന്ന് കംപ്ലീറ്റ് ചെയ്താൻ പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ നിന്നെ കാണാൻ വരാനിരിക്കായിരുന്നു. പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? സിന്ധുവിന്റെ വിവാഹം ഉറപ്പിച്ചു. ഓഹോ, എന്നാ? അടുത്ത മാസം 10-ാം തീയതി. അതേതായാലും നന്നായി. പക്ഷെ ആധാർ എടുക്കാതെ കല്യാണം നടക്കില്ല. സിന്ധുവിന്റെ ഷെയർ അവളുടെ പേർക്ക് എഴുതണം. നമുക്ക് വഴി ഉണ്ടാക്കാം. എങ്ങനെ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്നേ. ഞാൻ അമ്മയോടൊന്ന് പറയണം. ഈ പണിയുടെ ബില്ല് മാറിയ ഉടനെ ആധാർ എടുത്ത് വീട്ടിൽ കൊണ്ടുവരാന്ന് പറ. ഈ പണിയുടെ ബില്ല് എവിടുന്നാ മാറേണ്ടത്? ബോംബെന്ന്. വഞ്ചക. നീ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. അമ്മേ, നമുക്ക് ആകപ്പാടെ മോശ സമയമാണമ്മേ. സിന്ധുവിന്റെ കല്യാണം ഇങ്ങടുത്തു. ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അമ്മ എതിരൊന്നും പറയരുത്. ഏതായാലും ഭാഗം വെക്കണം. ആ കൂട്ടത്തിൽ എന്റെ ഓഹരി ശങ്കരന്റെ അതിർത്തിയോട് ചേർത്ത് വീതിച്ചാല് വാസുവിന് കുറച്ച് സ്ഥലം വേണമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? അവൻ എന്നെയും കണ്ടിരുന്നു. എന്റെ ഓഹരി വിൽക്കാം. ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ നല്ല വില കിട്ടും. നീ എന്തായി പറയുന്നേ? അല്ലാതെ നിവൃത്തിയില്ലമ്മേ. സുഗുണം നമ്മളെ പറ്റിക്കായിരുന്നു. നമ്മുടെ ആധാരം എടുത്തു തരാതെ ടൗണിലവൻ സ്ഥലം മേടിച്ച് സ്വന്തം വീട് വെച്ചിരിക്കാം. അങ്ങനെ നാട്ടുകാരെ സഹായിച്ചതിന് ഒടുവിൽ നിനക്ക് സമ്മാനം കിട്ടി അല്ലേ? സുഗുണൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല. സാരമില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിക്കണമെന്ന് വിചാരിക്കാൻ കഴിയില്ലല്ലോ. എനിക്കൊന്നും വേണ്ട, കാര്യങ്ങൾ നടന്നാൽ മതി. അച്ഛൻ സമ്പാദിച്ച മണ്ണ് എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. സിന്ധുവിന്റെ കല്യാണ ചെലവിന് കാശ് വേണം. അമ്മാവന്റെ രൂപ കൊടുക്കണം. ബാങ്കിൽ നിന്ന് ആധാരം എടുക്കണം. എന്റെ ഷെയർ വിൽക്കല്ലാതെ മറ്റു നിവൃത്തിയില്ലമ്മേ.